ഇതൊടിഞ്ഞ് നമ്മൾ പ്ലാസ്റ്റർ ടൈറ്റായിട്ട് ഇട്ട് അല്ലെങ്കിൽ മീൻസ് ഫുൾ പ്ലാസ്റ്റർ ഇട്ട് അതിൻ്റെ ഉള്ളിൽ നീര് വരുന്നു. നീര് വരുമ്പം ആ അതൊരു ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലമില്ല. അങ്ങനെ സ്ഥലം ഇല്ലാതിരിക്കുന്നിടത്ത് ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ഇട്ട് കഴിയുമ്പം സംഭവിക്കുന്നതാണ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം. അതാണെങ്കിൽ വിരലുകൾക്ക് നല്ല സ്ട്രെച്ച് പെയിൻ ഉണ്ടാവും. വിരലിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര പെയിനായിരിക്കും. ഇതൊക്കെ നോക്കിയിട്ടുണ്ട്, ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതല്ലാന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ആ സ്ട്രെച്ച് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം അല്ല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതായത് പല ടൈപ്പ് മുറിവുകൾ നമ്മൾ ഗ്രേഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുകയാണെങ്കിൽ, ഓപ്പൺ ഫ്രാക്ചർ ആണ് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുകയാണെങ്കിൽ എല്ല് കുത്തി പുറത്തേക്ക് വരണം. ആ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളത് സൂപ്പർഫിഷ്യൽ അബ്രേഷൻ എന്ന് പറയും, അതായത് പുറമേ കാണുന്ന ഒരച്ചിൽ. അത് ക്ലീൻ ചെയ്ത് നമ്മൾ ലോക്കൽ ആൻറ്റിബയോട്ടിക് വെച്ച് ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് പ്ലാസ്റ്റർ ഇടുക. അപ്പോൾ അങ്ങനെയുള്ള കേസസ് അങ്ങനെ ഹീൽ ചെയ്യാറുണ്ട്. പേഷ്യൻ്റ് ഡയബറ്റിക് ഒന്നും അല്ലെങ്കിൽ അത് വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുട്ടികളിൽ ലാവിഷായിട്ട് വാസ്കുലാരിറ്റി ഉള്ളതുകൊണ്ട് അത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതേസമയം എല്ല് പൊട്ടി പുറത്ത് വന്നതാണെങ്കിൽ ഓക്കെ, നമ്മൾ അപ്പം തന്നെ അത് തുറന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊസീജിയറൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് വ്യത്യാസം. 4 ആഴ്ച വരെ കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. സ്ലാബ് ഒരാഴ്ച ഇടും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീക്ക് റിവ്യൂ പറയും. അന്ന് വരുമ്പോൾ അഴിച്ച് എക്സ്റേ എടുത്തതിന് ശേഷം അത് കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുക, ഉള്ളിൽ നീങ്ങിപ്പോവാം. അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ കുട്ടീനെ എക്സ്റേ എടുത്ത് അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വലിച്ചിട്ട് ഫുൾ പ്ലാസ്റ്റർ ആക്കും.